ഇന്ന് നടന്ന പോർച്ചുഗൽ വേഴ്സസ് സ്പെയിൻ മത്സരത്തിൽ എതിരില്ലാത്തൊരു ഗോളിന് വിജയിച്ച് കയറാൻ സ്പെയിന് സാധിച്ചിരുന്നു. അപ്പോൾ സ്പെയിൻ്റെ കളിയിലേക്ക് നോക്കുകയാണെങ്കിൽ സ്പെയിനും അങ്ങനെ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ക്രിയേഷനൊന്നും ഇല്ലാതെയാണ് ഈ കളിയിലുണ്ടായിരുന്നത്. അപ്പോൾ ആ ടൈമിലാണ് 90ാം മിനിറ്റിൽ മൈക്കൽ മൊറീനോനെ കോച്ച് അവതരിപ്പിക്കണം. അപ്പോൾ മൊറീനോൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ മൊറീനോ ആഴ്സണലിലൊക്കെ കാണുന്ന പോലെ തന്നെ ലാസ്റ്റ് മിനിറ്റ് ഈ ഒരു ഗോൾ അടിക്കുന്നുള്ളത് മൊറീനോൻ്റെ ഒരു സ്ഥിരം സ്റ്റൈലാണ്. അത് തന്നെ ഇന്നുണ്ടായി. ഫെർണാണ്ടോ ടോറസിൻ്റെ അസിസ്റ്റിൽ നിന്ന് മൊറീനോ ഒരു പോസ്റ്റിലേക്ക് ഫ്രീ ആയി കയറി ഒരു ഗോൾ അടിക്കാണ്ടത് ഓഫ് സൈഡ് ഉണ്ടെന്ന് കരുതെങ്കിലും ഓഫ് സൈഡ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഗോളായി മാറുണ്ടായിരുന്നത്. അതങ്ങനെ സ്പെയിൻ വിജയിച്ച് കയറാനുണ്ടായിരുന്നത്. അപ്പോൾ ഈ കളിയിലേക്ക് നോക്കുകയാണെങ്കിൽ സ്പെയിൻ്റെ ഡിഫൻസ് ടൂർണമെൻറ്റിൽ ഒരു ഗോൾ പോലും വാങ്ങിയിട്ടില്ല എന്നുള്ളത് ഒരു വലിയൊരു കാര്യമാണ്. 6 കളിയിൽ 6ലും ക്ലീൻ ഷീറ്റോടെ വേൾഡ് കപ്പിൽ സ്പെയിനെ കിട്ടാണ്. അപ്പോൾ സ്പെയിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. പോർച്ചുഗലിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ സ്ഥിരം പോലെ തന്നെ പോർച്ചുഗലിന് ചാൻസ് ക്രിസ്ത്യനും ഒന്നും നടക്കാത്തൊരു കളിയാണ് ഉണ്ടായിരുന്നത്. ക്രിസ്ത്യാനോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ഒന്നും ചെയ്യാൻ സാധിക്കാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോർച്ചുഗൽ വേൾഡ് കപ്പിൽ നിന്ന് ഔട്ടായിരിക്കും. അപ്പോൾ പോർച്ചുഗലിന് ഭാവി എന്താണെന്നുള്ളത് നമ്മൾ നോക്കി കാണേണ്ട സിറ്റുവേഷൻ ആണ്. അപ്പോൾ മെൻഡസ് പരിക്കുറ്റി കയറിയതിന് ശേഷം പോർച്ചുഗലിൻ്റെ കളി മൊത്തത്തിൽ മാറി സ്പെയിനായിട്ട് 50 തിരിച്ചെടുക്കുന്ന ഒരു സിറ്റുവേഷനാണ് നിലവിലുണ്ടായിരുന്നത്. അപ്പോൾ പോർച്ചുഗൽ മൊത്തത്തിലൊരു ലിങ്കപ്പും കാര്യങ്ങളൊന്നും ചെയ്യാത്തൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ പോർച്ചുഗലിൻ്റെ സിറ്റുവേഷൻസും കളികളൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് നോക്കി കാണേണ്ട ഒരു കാര്യമാണ്.